തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ 4 വോട്ടിന് വേണ്ടി ഏത് തരംതാണ കളികൾക്കും പാർട്ടികൾ മുതിരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അത്തരത്തിലുള്ള വൃത്തികെട്ട കളികൾ നാം കണ്ടില്ല എങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെ സഭാവിശ്വാസികളുടെയും സഭാ പേജുകളിലുമൊക്കെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ആ വീഡിയോയിൽ ഒരു വൈദികനെ ഒരു സംഘം ചേർന്ന് മർദ്ദിക്കുന്ന വീഡിയോ ആയിരുന്നു. ആ വീഡിയോയുടെ സത്യം അന്വേഷിച്ച് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തവർ, ഈ പോസ്റ്റ് മുതലാളിമാർ അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ബാംഗ്ലൂർ CSI സഭയിൽ BJP നേതാക്കൾ കയറി ബിഷപ്പിൻ്റെ കയ്യിലെ മൈക്ക് പിടിച്ചു വാങ്ങി ബിഷപ്പിൻ്റെ തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതെന്നാണ്. ഏതായാലും ഞങ്ങൾ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സമയത്ത് ഈ സംഭവം നടക്കുന്നത് ബാംഗ്ലൂരല്ല, തെലങ്കാനയിലാണ്. തെലങ്കാനയിൽ ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലയാളിയായ ഒരു വിശ്വാസിയുടെ വാക്കുകൾ നിങ്ങൾ ആദ്യം കേൾക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മറുപടി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്ന നല്ല ശരിക്കും ശക്തിയായ മറുപടി വരേണ്ടതാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴത്തേനും ഓരോരുത്തർ ഓരോ കുത്തിപ്പക്ക് പോസ്റ്റുമായിട്ട് വരും. 2019 തെലങ്കാനയിൽ ഒരു ചൊറിച്ചിൽ പിടിച്ച് ഒരു കത്തനാർ, മനസ്സിലായല്ലോ, പ്രശ്നം പെണ്ണ് വിഷയമായിരുന്നു. ആ വിഷയം അവസാനം കാശ് പ്രശ്നമായിട്ട് വന്നു. അത് അവസാനം അവിടുത്തെ അതിനെ എതിർത്ത് ഒരു ചർച്ച് മെമ്പർ CSI ബിഷപ്പ് അല്ല CSIക്കാരനാണ്, അവനെ അവിടുന്ന് പള്ളിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് പുറത്തു വിട്ടു. അവൻ അവിടുത്തെ പ്രാർത്ഥന സമയത്ത് വന്ന് അയാളെ തല്ലുന്ന ഒരു വീഡിയോയാണ്. സത്യം പറഞ്ഞ സഹോദരന്മാരെ, നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ നുണകൾ മാത്രം എഴുതുള്ള നിങ്ങൾക്ക് അതൊരു പാവമായിട്ട് തോന്നുന്നില്ലേ? നുണകൾക്കൊരു പരിധിയില്ലേ? നിങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിക്കുക, ഇത് അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒരു ഫാക്ട് ചെക്ക് ചെയ്യുക, ഇത് നേരാണോ നുണയാണെന്നോ. സർവ്വ തുലുക്കന്മാരും ഇങ്ങനെയുള്ള ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. നശിച്ച പള്ളിക്കകത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ക്രിയേറ്റഡ് വീഡിയോ തന്നെ ഒത്തിരിയുണ്ട്. ഇത് ക്രിയേറ്റഡ് വീഡിയോ ഒന്നുമില്ല, ഇത് പഴയ വീഡിയോയാണ്. വാക്കുകൾ നിങ്ങൾ കേട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി സംഭവത്തിലേക്ക് വരാം. ഇത് തെലങ്കാനയിൽ 2018 നടന്ന ഒരു സംഭവമാണ്. ആ സഭയിലെ ഒരു വിശ്വാസിയെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ആ വിശ്വാസി അതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ബിഷപ്പ് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വാക്ക് തർക്കമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. ഇത് 2018 അന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ മാധ്യമങ്ങളുടെ വാർത്തയുടെ ഇമേജ് ഞങ്ങളുടെ ഈ വാർത്തയിൽ തന്നെ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാൻ കഴിയും. ഏതായാലും നിലവാരം താഴ്ന്ന ഒരു കളികൾ, അതായത് ക്രൈസ്തവ വോട്ടുകൾ സംഘപരിവാറിന് അനുകൂലമായി ചില മണ്ഡലങ്ങളിലേക്ക് തിരിയുന്നു എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവർ, അതായത് പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ SDP അടക്കമുള്ള സംഘടനകളാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി മുൻപോട്ട് വരുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. ഏതായാലും പ്രതീഷ് വിശ്വനാഥൻ ഈ പോസ്റ്റിനെതിരെ, വ്യാജ വാർത്തയ്ക്കെതിരെ കേസ് നൽകിയതോടുകൂടി പല പേജുകളിൽ നിന്നും പോസ്റ്റ് മുക്കി ഈ പോസ്റ്റ് മുതലാളിമാർ കണ്ടം വഴി ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് കേസ് നൽകാനുള്ള തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.